പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ വന്നിട്ടുള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. അവൻ മാത്രമേ നിനക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? നിങ്ങൾക്കറിയാം, മറക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരമ്മ താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും കരുണ കാണിക്കും. ഒരു കള്ളുകുടിനായിരിക്കുന്ന ഒരു മകനെ എനിക്കറിയാം, നേരിട്ടറിയാം. എന്നും അവന്റെ അമ്മയെ തൊഴിക്കും, അപ്പനെ തല്ലും, എന്നും ചീത്ത വിളിക്കും. എന്നാലും അമ്മ പറഞ്ഞു, അവൻ എന്റെ മോനല്ലേ എന്ന് പറഞ്ഞു. അവനോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അമ്മ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ആകിയാൽ നിന്റെ പാപവുമായിട്ട് അവന്റെ അടുക്കലേക്ക് വരുവിന്. രോഗമുള്ളവൻ രോഗസൗഖ്യം കിട്ടിയിട്ടല്ല ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. രോഗിയായിരിക്കുമ്പോഴാണ് ഡോക്ടറെ ആവശ്യമെങ്കിൽ രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ പാപത്തിന്റെ പരിണതഫലമായിരിക്കുന്ന മരണത്തിൽ നിന്നും പാപത്തിന്റെ പരിണതഫലമായിരിക്കുന്ന നരകാക്കിയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊരു രക്തവും ഇല്ലാത്തത് കൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തിക്കൊള്ളുവേൻ, ഹൃദയങ്ങളെ വിട്ടുകൊള്ളുവേൻ. മതഭക്തിയും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് മരണമുള്ള സകല ജാതി മതത്തിനുമേ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്. അവിടെ നമ്മുടെ ആശ്വാസ കാലങ്ങളെ നമുക്ക് വരും.